നമസ്കാരം. നമ്മുടെ രാജ്യം ഒരു ശത്രു രാജ്യവുമായി യുദ്ധം ചെയ്യുമ്പോൾ ഏതു നേരത്തും ഒരു ആഹ്ലാദ പ്രകടനത്തിനും വിജയാഘോഷത്തിനുമുള്ള അവസരം കാത്തുകാത്തിരിക്കുകയാണ് നമ്മൾ. പക്ഷേ ആ നിമിഷമൊന്ന് എത്തിച്ചേരാനുള്ള പ്രയാസമുണ്ടല്ലോ. ഓരോ നിമിഷവും നമ്മൾ തള്ളി നീക്കുന്നത് തീ തിന്നുകൊണ്ടാണ്. നമ്മളെന്ന് പറയുന്നത് ഇന്ത്യയിലെ എല്ലാ മനുഷ്യർക്കും ഒരുപോലെ വലിയ തോതിലുള്ള ആശങ്കയും ആധിയുമുണ്ട്. യുദ്ധം തീർച്ചയായിട്ടും സമാധാനകാലം പോലെ അത്ര സുഖകരമല്ല. യുദ്ധം എപ്പോഴും ആധിയുടേതാണ്, വലിയ വ്യാധിയുടേതാണ്, വലിയ ആശങ്കയുടേതാണ്, വലിയ ആപൽ സൂചനയുടേതാണ്. ഇന്ത്യയിലെ ഇന്ന് പ്രധാനപ്പെട്ട എല്ലാ സംസ്ഥാനങ്ങളിലും, മിക്കവാറും എല്ലാ സംസ്ഥാനങ്ങളിലെയും പ്രധാനപ്പെട്ട മർമ്മപ്രധാനമായ സൈനിക താവളങ്ങൾ, വിമാനത്താവളങ്ങൾ, അതിൻ്റെ പരിസരത്ത് ജീവിക്കുന്ന എല്ലാവരും വലിയ ആശങ്കയിലാണ്. അതിനേക്കാളേറെ പ്രധാനമാണ് നമ്മുടെ അതിർത്തി സംസ്ഥാനങ്ങളിൽ ജീവിക്കുന്ന മനുഷ്യന്മാർ, അതിർത്തിയോട് ചേർന്ന് ജീവിക്കുന്ന മനുഷ്യന്മാർ, അതിർത്തിയിൽ രാജ്യം കാക്കാൻ വേണ്ടി പ്രാണൻ പണയപ്പെടുത്തി പണിയെടുക്കുന്ന, കഠിനാധ്വാനം ചെയ്യുന്ന, ഉറക്കമിളക്കുന്ന നമ്മുടെ ജവാന്മാർ, പട്ടാളക്കാർ. അവർ സ്വയം ജീവൻ ബലിയർപ്പിച്ചുകൊണ്ടാണ് ഏതു നേരത്തും തങ്ങൾക്ക് ഈ രാജ്യത്തിന് വേണ്ടി സമർപ്പിക്കാനാണ് ഞങ്ങളുടെ ജീവൻ എന്ന് പ്രതിജ്ഞ എടുത്തവരാണ്. എന്നാൽ ആ അതിർത്തിയോട് ചേർന്നുള്ള സാധാരണക്കാരായ മനുഷ്യന്മാർ, സിവിലിയന്മാർ, അവരുടെ പട്ടാള ക്യാമ്പുകളോട് ചേർന്ന് ജീവിക്കുന്നവർ, അതിർത്തിയോട് ചേർന്ന് ജീവിക്കുന്നവർ, അവരുടെയൊക്കെ തന്നെ ഏതു നേരവും ആശങ്കയിലാണ്. കാരണം ഒരു മിസൈൽ വന്നാൽ സാധാരണക്കാരൻ്റെ നേരെയാണോ പട്ടാളക്കാരൻ്റെ നേരെയാണോ എന്ന് നോക്കിയിട്ടല്ല മിസൈലുകൾ വരുന്നത്. അതുകൊണ്ട് ശത്രു രാജ്യത്തിൻ്റെ മിസൈലുകൾ കാത്ത്, പലപ്പോഴും പലതരത്തിലുള്ള ആക്രമണങ്ങൾ കാത്ത്, ഡ്രോണുകൾ ആണ് പുതിയ ആക്രമണങ്ങളൊന്നും. ഇപ്പോൾ ബോംബുകളെക്കാൾ മാരകമാണ് ഡ്രോണുകൾ. അപ്പോൾ ഇത്തരം ആക്രമണങ്ങൾ നടക്കുന്ന സമയത്ത് എപ്പോഴും മനുഷ്യൻ ഒരു വലിയ ഭീതിയിൽ പരസ്പരം കഴിയുകയാണ്. ശത്രു രാജ്യത്തോടുള്ള വലിയ രോഷവും ധാർമ്മികമായ വിരോധവും ഒക്കെ നമ്മുടെ ഉള്ളിലുണ്ടാവും. അതേസമയത്ത് ഈ യുദ്ധത്തിൻ്റെ ഭീതി മനസ്സിലിങ്ങനെ ആളിക്കത്തുമ്പോഴും, ഒന്ന് തീർന്നു കിട്ടിയെങ്കിൽ എന്ന് ഓരോ ഇന്ത്യക്കാരനും ആഗ്രഹിക്കുമ്പോഴും, എൻ്റെ രാജ്യം വിജയിക്കണമേ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുമ്പോഴും, എങ്ങനെയാണ് ഈ യുദ്ധകാലത്തിൻ്റെ അന്തരീക്ഷത്തിൽ പോലും നമുക്ക് നമ്മുടെ നാട്ടിൽ തന്നെയുള്ള സഹോദരങ്ങളായ മനുഷ്യരെ ശത്രുക്കളായി കാണാൻ കഴിയുക? അല്ലെങ്കിൽ രാജ്യവും തമ്മിൽ നടക്കുന്ന ഒരു രാജ്യാന്തര യുദ്ധത്തിൻ്റെ കാലത്ത് എങ്ങനെയാണ് രാജ്യത്തിനകത്ത് ഒരു പ്രത്യേക പ്രദേശത്ത് ഒരു നാട്ടിൽ സമാധാനപൂർവ്വം ജീവിക്കേണ്ട മനുഷ്യന്മാർ, രാജ്യത്തിന് വേണ്ടി കൂട്ടായി സമൂഹ പ്രാർത്ഥന നടത്തേണ്ട മനുഷ്യന്മാർ, രാജ്യത്തിന് വേണ്ടി വന്നാൽ ജീവൻ കൊടുക്കുമെന്ന് പ്രതിജ്ഞ എടുക്കേണ്ട മനുഷ്യന്മാർ, അവർക്കെങ്ങനെയാണ് പരസ്പരം ചേരിതിരിഞ്ഞ് പൊരുതാനാവുക? ഈ യുദ്ധകാലത്തിൽ പ്രധാനപ്പെട്ട ചിന്തയാണത്. രാജ്യത്തിനകത്തുള്ള മനുഷ്യന്മാർ ഒരു ശത്രു രാജ്യത്തെ പോലെ പരസ്പരം പെരുമാറാൻ അവസരം കാത്തിരിക്കുക. എന്നിട്ട് പാകിസ്ഥാനോടുള്ള വിരോധം രാജ്യത്ത് ആരോടെങ്കിലും തീർക്കാൻ പറ്റുമോ എന്ന് പരീക്ഷിക്കുക. ഒരു തരം ഭ്രാന്താണത് തീർച്ചയായിട്ടും. യുദ്ധമല്ല ആ ഭ്രാന്ത്. നമ്മുടെ ഉള്ളിൽ കിടക്കുന്ന രണ്ട് ശത്രു രാജ്യങ്ങൾ, ഒന്ന് എൻ്റേതെന്നും ഒന്ന് അവരുടേതെന്നും വിചാരിക്കുന്ന രണ്ട് ശത്രു രാജ്യങ്ങൾ തമ്മിലുള്ള പോരാണ് പ്രകടമാകുന്നത്. ഏറ്റവും ഒടുവിലത്തെ ഉദാഹരണം വന്നത് ഹൈദരാബാദിൽ നിന്നാണ്. ഹൈദരാബാദിലെ ഒരു ബേക്കറി കഴിഞ്ഞ ദിവസം ആക്രമിക്കപ്പെട്ടു. ആ ബേക്കറിയുടെ പേര് നിർഭാഗ്യവശാൽ കറാച്ചി ബേക്കറി എന്നാണ്. അത് ഭാഗ്യമോ നിർഭാഗ്യമോ എന്ന് കാണേണ്ട കാര്യമില്ല. നമ്മുടെ രാജ്യത്ത് ഒരു കച്ചവട സ്ഥാപനത്തിന് പേര് കൊടുക്കുമ്പോൾ അതിൻ്റേതായ വേരുകളുണ്ടാകും. ഇപ്പോൾ കേരളത്തിലുടനീളം സഞ്ചരിക്കുമ്പോൾ ധാരാളം അറബ് നാടുകളുടെ പേരുകളുള്ള, അറബ് നാട്ടിലെ പല നഗരങ്ങളുടെയും പേരുകളുള്ള കച്ചവട സ്ഥാപനങ്ങൾ എത്രയോ സ്ഥാപനങ്ങളുണ്ട്. ദുബായിലെ പല പല പ്രദേശങ്ങളുടെയും പേര്, സൗദി അറേബ്യയിലെ പല പ്രൊവിൻസുകളുടെയും പേര്, അത്തരത്തിലുള്ള ധാരാളം പേരുകൾ നമ്മുടെ നാട്ടിൽ കാണുന്നുണ്ട്. അത് ആ കച്ചവട സ്ഥാപനം തുടങ്ങാൻ അതിൻ്റെ ഉടമയെ പ്രേരിപ്പിച്ചതോ അല്ലെങ്കിൽ യോഗ്യനാക്കിയതോ ആയ ഒരു വേരുകൾ ഉണ്ടാവും അതുമായിട്ട് ബന്ധപ്പെട്ട്. അങ്ങനെ ഒരു വേരാണ് ഈ കറാച്ചി ബേക്കറിക്കുള്ളത്. ഹൈദരാബാദിലെ ശംഷാബാദ് പ്രദേശത്ത് എത്രയോ കാലമായി അതുണ്ട്, ആ ബേക്കറി ഉണ്ട്. ആ ബേക്കറി തുടങ്ങുന്നത് 1953-ലാണ്, ഇന്നും ഇന്നലെയുമല്ല. 1953 തുടങ്ങിയ ബേക്കറിയാണ്. ആരാണ് തുടങ്ങിയതെന്ന് വെച്ചാൽ പാകിസ്ഥാനിലെ സിന്ധിൽ നിന്ന് കറാച്ചിയിൽ കച്ചവടം ചെയ്തിരുന്ന ഒരു വിഖ്യാതമായ കുടുംബം ഇന്ത്യ വിഭജനക്കാലത്ത്, 1947 ഇന്ത്യ വിഭജനക്കാലത്ത്, ഇന്ത്യയിൽ നിർഭാഗ്യകരമായ ആ വിഭജനത്തിൻ്റെ കാലത്ത് പാകിസ്ഥാനിൽ കഴിഞ്ഞിരുന്ന ഹിന്ദുക്കളൊക്കെ കഴിയുന്നത്ര ഇന്ത്യയിലേക്ക് ഓടി വന്ന കാലം, പ്രത്യേകിച്ച് വടക്കേ ഇന്ത്യയിലുണ്ടായിരുന്ന ഹിന്ദുക്കൾ, അവർ പാകിസ്ഥാനിൽ നിന്ന് ഇന്ത്യയിലേക്ക് ഓടി വന്ന കൂട്ടത്തിൽ സിന്ധിൽ നിന്ന്, പാകിസ്ഥാനിലെ സിന്ധ് പ്രദേശത്തിൻ്റെ തലസ്ഥാനമാണ് കറാച്ചി,
അവരുടെ പടിഞ്ഞാറൻ തീരത്തെ. ആ കറാച്ചിയിൽ നിന്ന് കിട്ടിയതൊക്കെ കൊണ്ട് ഓടി വന്നതാണ് അവർ ഇന്ത്യയിലേക്ക്. അങ്ങനെ 47-ൽ വന്നിട്ട് ഏതാണ്ട് ഇവിടെ കഷ്ടിച്ച് ജീവനും ജീവിതവും ഒക്കെ പച്ച പിടിച്ച് കഴിഞ്ഞപ്പോൾ 53-ൽ തുടങ്ങിയതാണ് ആ ബേക്കറി. 53-ൽ ആ ബേക്കറി തുടങ്ങിയ മനുഷ്യൻ്റെ പേര് ഖാംചന്ദ് രാംനാനി എന്നാണ്. ഖാംചന്ദ് രാംനാനി 1953-ൽ തുടങ്ങിയതാണ്. ഹിന്ദുവാണ് അദ്ദേഹം, സിന്ധിയാണ്. പക്ഷേ ഏറ്റവും ഒടുവിൽ പാകിസ്ഥാനുമായി ഇതിനു മുമ്പ് നമ്മൾ 5-6 തവണ ഏറ്റുമുട്ടിയിട്ടുണ്ട്. 5-6 തവണ നേർക്കുനേരെ പാകിസ്ഥാനുമായി നമ്മൾ യുദ്ധം ചെയ്തിട്ടുണ്ട്. 1947-ൽ വിഭജനക്കാലത്ത് തന്നെ നമ്മൾ യുദ്ധം ചെയ്തിട്ടുണ്ട്, പാകിസ്ഥാനുമായി പൊരുതിയിട്ടുണ്ട്. നമ്മുടെ കാശ്മീരിനെ നമ്മൾ വിമോചിപ്പിച്ചിട്ടുണ്ട്. അത് കഴിഞ്ഞിട്ട് 65-ൽ പാകിസ്ഥാൻ നമ്മളെ ആക്രമിച്ചു വീണ്ടും, അപ്പോഴും യുദ്ധം ചെയ്യേണ്ടി വന്നിട്ടുണ്ട്. 71-ൽ ബംഗ്ലാദേശിന് വേണ്ടി നമ്മൾ പാകിസ്ഥാനുമായി പൊരുതിയിട്ടുണ്ട്. പിന്നീട് പലപ്പോഴും പലയിടത്തായിട്ട് പല സൈനിക നീക്കങ്ങളും പാകിസ്ഥാനുമായിട്ട് നമുക്ക് നടത്തേണ്ടി, അത് പുൽവാമയിൽ നമ്മൾ നടത്തിയിട്ടുണ്ട്. അപ്പോൾ ഇത്തരത്തിൽ സൈനിക നീക്കങ്ങളൊക്കെ പലപ്പോഴും നടത്തിയിട്ട് ഒടുവിലത്തേതാണ് ഇപ്പോൾ മാത്രം ഈ ഹൈദരാബാദിലെ ഈ ബേക്കറി 1953 തൊട്ട്, 53-ന് ശേഷമാണ് 65, അതിനുശേഷമാണ് 71, അതിനുശേഷമാണ് ഈ 93, അതിനുശേഷമാണ് 2006. എത്ര ആക്രമണങ്ങൾ നടന്നതാണ് പാകിസ്ഥാനുമായിട്ട്. അന്നൊന്നും ഇല്ലാത്ത ഒരു വല്ലാത്ത വിഭാഗീയതയും വല്ലാത്ത വിരോധവും പാകിസ്ഥാനുമായി ബന്ധപ്പെട്ട ഏതെങ്കിലും ഒരു ചിഹ്നം, ഒരു പേര് ഇന്ത്യയിൽ അത് ഉണ്ടാവുക സ്വാഭാവികം മാത്രമാണ്. ഇവിടുന്ന് പോയ എത്രയോ പേരുകൾ പാകിസ്ഥാനിലുണ്ടാവും. പാകിസ്ഥാനിലേക്ക് പ്രാണനും കൊണ്ട് ഓടിപ്പോയ ആളുകളുടെ ഓർമ്മകൾ, അവരുടെ നാട് ഒക്കെ പാകിസ്ഥാനിലും ഉണ്ടാകും ധാരാളമായിട്ട്. ഈ കറാച്ചിയിൽ ഒരു മലബാർ അസോസിയേഷൻ എന്ന സംഘടന തന്നെ ഉണ്ട് അത്രേ. കേരളത്തിലെ മലബാറിൽ നിന്ന് അക്കാലത്ത് പല കാരണങ്ങളാൽ വ്യാപാരത്തിന് പോയി അവിടെ കുടുങ്ങിപ്പോയ ആളുകൾ, അല്ലെങ്കിൽ വിഭജനക്കാലത്ത് അങ്ങോട്ട് പോയവർ, അവരൊക്കെ കൂടി മലബാർ അസോസിയേഷൻ തന്നെ ഉണ്ട് അത്ര കറാച്ചിയിൽ. തീർച്ചയായിട്ടും ഒരുപാട് പേരുകൾ, ഈ ഇന്ത്യയിൽ ഒരുപാട് പേരുകൾ പാകിസ്ഥാനിലുണ്ടാകും. അതിൻ്റെയൊക്കെ പേരിൽ ഒരു സ്ഥാപനത്തിനോ ഒരു സ്ഥലത്തിനോ പേര് കൊടുത്താൽ അതിൻ്റെ പേരിൽ ആരെങ്കിലും കലാപം ഉണ്ടാക്കാറുണ്ടോ? ഇതൊരു പ്രധാനപ്പെട്ട ചോദ്യമാണ്. അതുകൊണ്ട് ഇപ്പോൾ കറാച്ചി ബേക്കറി അടിച്ചു പൊളിക്കാൻ ഒരു സംഘം ആളുകൾ വന്നു. ഈ കഴിഞ്ഞ ശനിയാഴ്ച വൈകുന്നേരം 3 മണിയോടുകൂടി സംഘം ചേർന്ന് വന്നു. BJP-ക്കാരായിരുന്നു അത്രേ അവർ. BJP-യുടെ ടൗൺ കമ്മിറ്റിയുടെ പ്രസിഡന്റ്, ഒരു വാംഷിയുടെ പേരൊക്കെ മാധ്യമങ്ങൾ കാണുന്നുണ്ട്. അവർ ഈ ബേക്കറിയുടെ നെയിം ബോർഡ് തകർത്തു. ബേക്കറിക്കുള്ളിലേക്ക് കയറിയില്ല, നെയിം ബോർഡ് തകർത്ത്. അതിനോട് മാത്രമാണ് അവരുടെ വിരോധം. എന്നിട്ട് പറഞ്ഞു ഇതിൻ്റെ പേര് അടിയന്തരമായിട്ട് മാറ്റണം. കറാച്ചി ബേക്കറി എന്നൊരു പേരിലൊരു ബേക്കറി ഈ രാജ്യത്ത് നടക്കാൻ പാടില്ല. അങ്ങനെ വലിയ തോതിൽ കലഹം ഉണ്ടാവുകയും പോലീസ് സംഘർഷാത്മകമായൊരു സാഹചര്യം ഉണ്ടായി. അവരാരും ചെറുക്കാനൊന്നും പോയില്ല, ന്യായമായി പോലീസിൽ പരാതിപ്പെട്ടു. അതിൻ്റെ ഉടമസ്ഥന്മാർ പറഞ്ഞു ഞങ്ങൾ ഇന്ത്യക്കാരാണ്, സമ്പൂർണ്ണമായി ഇന്ത്യൻ ഉടമസ്ഥതയിലാണ്. 47-ൽ അവിടുന്ന് ഞങ്ങൾ കറാച്ചിയിൽ നിന്ന് പോകുന്നതിൻ്റെ ഒരു ഓർമ്മ, ഒരു നൊസ്റ്റാൾജിക് ആയിട്ടുള്ള ഓർമ്മ മാത്രമാണ് ഞങ്ങൾക്ക് കറാച്ചി. അതുകൊണ്ടാണ് 53-ൽ ഞങ്ങളുടെ സ്ഥാപനത്തിന് അങ്ങനെ പേരിട്ടത്. പരമ്പരാഗതമായി ഞങ്ങൾ നടത്തി വരികയാണെന്നൊക്കെ പറഞ്ഞു. മുഖ്യമന്ത്രിക്ക് പരാതി കൊടുത്തു, DGP-ക്ക് പരാതി കൊടുത്തു. ഏതായാലും ഇപ്പോൾ അവർ കേസെടുത്തിട്ടുണ്ട്. 10 പേര് പ്രത്യേകിച്ച് ഈ BJP നേതാവ് വാംഷി ഉൾപ്പെടെയുള്ള 10 പേരുടെ പേരിലാണ് കേസെടുത്തിരിക്കുന്നത്. അപ്പോൾ അവിടെ വന്ന് മുദ്രാവാക്യം വിളിക്കണം. മുദ്രാവാക്യം സമരം ആരോടാണ്? ഭാരത് മാതാ കി ജയ് എന്ന മുദ്രാവാക്യം വിളിക്കുന്നതിന് ആരും എതിരല്ല. ജയ് ജവാൻ എന്ന് തീർച്ചയായിട്ടും യുദ്ധകാലത്ത് വിളിക്കേണ്ട മുദ്രാവാക്യം തന്നെയാണത്. പാകിസ്ഥാൻ മുർദാബാദ് എന്ന മുദ്രാവാക്യം തീർച്ചയായിട്ടും പാകിസ്ഥാനെതിരായി യുദ്ധം നടക്കുമ്പോൾ ഏത് പൊതുവേദിയിലും വിളിക്കാവുന്നതാണ്. പക്ഷേ എവിടെയാണ് വിളിക്കേണ്ടത്? ആരോടാണ് പ്രതീകാത്മകമായി ഇത് പ്രയോഗിക്കേണ്ടത്? ഇന്ത്യയിലെ ഏതെങ്കിലും പ്രധാനപ്പെട്ട കേന്ദ്രങ്ങളിൽ, അല്ലെങ്കിൽ പാകിസ്ഥാൻ എംബസിക്ക് മുമ്പിലോ അത്തരത്തിലുള്ള സമരങ്ങളൊക്കെ നമുക്ക് നടത്താം. പക്ഷെ നടത്തേണ്ടത് ആ നാട്ടുകാരനായ ഒരു ഹിന്ദു സഹോദരൻ തന്നെയായ BJP. ആലോചിച്ച് നോക്കൂ, BJP സത്യത്തിൽ ഹിന്ദു ക്ഷേമത്തിന് വേണ്ടി പ്രവർത്തിക്കുന്നവരാണല്ലോ. എത്രയോ കാലമായി ഐശ്വര്യപൂർവ്വം അവിടെ ഒരു ബേക്കറി നടത്തി വരുന്ന ഒരു ഹിന്ദു സഹോദരനെ തന്നെ അവരെ ആക്രമിക്കാനും അദ്ദേഹത്തിന് അന്നം മുട്ടിക്കാനും നടത്തുന്ന ഒരു ശ്രമം എന്തുമാത്രം അപലപനീയമാണ്. ഇതുണ്ടാക്കുന്നത് ഒരു ജനത ഒരുമിച്ച് നിന്ന്, ആലോചിച്ച് നോക്കൂ, ഒരു ജനത ഒരുമിച്ച് നിന്ന് ജാതിയും മതവും മറന്ന് ദേശത്തിന് വേണ്ടി ഒരുമിച്ച് നിന്നിട്ട് ആലോചിച്ച് നോക്കൂ. നമ്മുടെ ഈ ഓപ്പറേഷൻ സിന്ദൂർ നടത്തുന്ന ആരാണ്? എല്ലാ വിഭാഗത്തിലും എല്ലാ സമുദായത്തിലും പെട്ട പട്ടാളക്കാർ, പ്രത്യേകിച്ച് അതിൻ്റെ കമാൻഡർമാർ, സ്ത്രീകളും പുരുഷന്മാരും ഒക്കെ വലിയ വീറോടുകൂടി രാജ്യത്തിന് വേണ്ടി പൊരുതിക്കൊണ്ടിരിക്കുമ്പോൾ രാജ്യത്തിനകത്ത് നമ്മൾ ഈ സമുദായം പറഞ്ഞ് ഈ വഴക്കുണ്ടാക്കാൻ പോകുന്നത്, പരസ്പരം സമുദായങ്ങൾ തമ്മിൽ വെറുക്കുന്നത്, 2 സമുദായങ്ങളെ 2 രാഷ്ട്രങ്ങളായി കാണുന്നത് ഒക്കെ എന്തുമാത്രം അപകടമാണ് എന്ന് ആലോചിക്കേണ്ടതാണ്. ഏതായാലും സംഭവിച്ചിരിക്കുന്ന ഇപ്പോൾ 10 പേരുടെ പേരിൽ കേസെടുത്തിട്ടുണ്ട്. മാത്രമല്ല ആന്ധ്ര ഗവൺമെൻറ് വളരെ കൃത്യമായി, തെലങ്കാന ഗവൺമെൻറ് വളരെ സ്ട്രോങ് ആയി തന്നെ ഇതിനെ അപലപിച്ചിട്ടുണ്ട്.
മാത്രമല്ല അവിടുത്തെ മന്ത്രി ഈ പഞ്ചായത്ത് ഗ്രാമവികസനത്തിൻ്റെ മന്ത്രി ഡി അനസൂയ അവർ നടത്തിയൊരു പ്രസ്താവനയിൽ ഒരു കാര്യം കൂടി പറഞ്ഞിട്ടുണ്ട്. അത് രാഷ്ട്രീയമാണ് തീർച്ചയായിട്ടും. അവർ പറയുന്നത് എന്താണ് പ്രിയപ്പെട്ട BJPയുടെ സഹോദരന്മാർ ഓർക്കേണ്ടത്, ഗുജറാത്തിൽ കറാച്ചി എന്ന് പേരുള്ള എന്തുമാത്രം സ്ഥാപനങ്ങളുണ്ടെന്നറിയാമോ? കാരണം ഗുജറാത്ത് കുറേ കൂടി കറാച്ചിക്ക് അടുത്താണ്. ഗുജറാത്തിൽ അഹമ്മദാബാദ് തുറമുഖത്ത് നിന്ന് കയറിയിട്ട് അപ്പുറത്ത് ഒന്ന് കയറി ഇറങ്ങുമ്പോൾ എത്തുന്നത് അടുത്ത പാകിസ്ഥാൻ്റെ അതിർത്തി കടന്നാൽ അടുത്ത ആദ്യത്തെ തുറമുഖമാണ് കറാച്ചി. അതുകൊണ്ട് ഗുജറാത്തിൽ എന്തുമാത്രം കറാച്ചി എന്ന് പേരുള്ള സ്ഥാപനങ്ങളുണ്ടെന്ന് നിങ്ങൾക്കറിയാമോ? എത്രയോ കറാച്ചി എന്ന പേരിലുള്ള വ്യാപാര സ്ഥാപനങ്ങളുടെ ധാരാളം ശൃംഖലകൾ ഗുജറാത്തിലുണ്ട്. ഗുജറാത്തിൽ നിന്നല്ലേ നമ്മുടെ ആദരണീയനായ പ്രധാനമന്ത്രി മോദിജി വന്നത്? ഗുജറാത്തിൽ നിന്നല്ലേ നമ്മുടെ ആഭ്യന്തരമന്ത്രി അമിത് ഷാജി വന്നത്? അവർക്കൊന്നുമില്ലാത്ത വിരോധം നിങ്ങൾക്ക് എന്തിനാണ് ഈ ഹൈദരാബാദിൽ? ഒരു കാര്യം കൂടി ഓർക്കേണ്ടതാണ്. ഹൈദരാബാദ് യഥാർത്ഥത്തിൽ ഇന്ത്യ വിഭജിക്കുമ്പോൾ ഹൈദരാബാദിലെ അന്നത്തെ നൈസാം എന്ന ചക്രവർത്തി പാകിസ്ഥാൻ്റെ നാട്ടുരാജ്യങ്ങൾക്ക് ഏത് രാജ്യത്തും ചേരാനുള്ള ഓപ്ഷൻ തന്ത്രപൂർവ്വം അന്ന് ബ്രിട്ടീഷ് ഗവൺമെൻറ് കൊടുത്തിരുന്നത് കൊണ്ട് ഈ ഹൈദരാബാദിലെ നൈസാം പാകിസ്ഥാൻ്റെ കൂടെ ചേരാൻ തയ്യാറായതാണ്. ഇന്ത്യ ഗവൺമെൻറ് ബലമായിട്ട് നൈസാമിനോട് പൊരുതിയിട്ടാണ് പിടിച്ചെടുത്തതാണ് ഹൈദരാബാദ്. അന്നൊന്നുമില്ലാത്ത വിരോധം അത് എന്ന് കാലത്താണ്? അത് 47-48 കാലത്താണ്. അന്നില്ലാത്ത വിരോധമാണ് പിന്നെ ഈ 53 തുടങ്ങിയ ബേക്കറിയോട്. ആ ബേക്കറിക്ക് കറാച്ചി എന്ന പേരിട്ടപ്പോൾ അന്ന് നേരിട്ട് ഹൈദരാബാദിലെ നൈസാം ഇന്ത്യയോട് പൊരുതുന്ന കാലത്ത്, ഇന്ത്യൻ പട്ടാളത്തോട് പൊരുതുന്ന കാലത്തും അക്കാലത്ത് ജീവിച്ച മനുഷ്യരൊക്കെ 53 അവിടെ ഉണ്ടാവുമല്ലോ. അവർക്കൊന്നും യാതൊരു എതിർപ്പും ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് രാജ്യത്തെ രാജ്യമായി കാണാനും മനുഷ്യരെ മനുഷ്യരായിട്ട് കാണാനും ഒരു രാജ്യത്തെ ജനതയെ സഹോദരങ്ങളായിട്ട് കാണാനും ശത്രു രാജ്യങ്ങളെ ശത്രുവായിട്ട് കാണാനും ഒക്കെയുള്ള സാമാന്യ ബോധം ഹൈദരാബാദുകാർക്ക് മറ്റുള്ളവരെക്കാൾ ഉണ്ട് എന്ന് വേണം നമുക്ക് മനസ്സിലാക്കാൻ. പക്ഷേ ആ ഹൈദരാബാദിൽ കലാപം ഉണ്ടാക്കാൻ നടത്തിയ ശ്രമം അപലപനീയമാണ് എന്ന് അവിടുത്തെ ഗവൺമെൻറ് പറഞ്ഞതിനോട് നമ്മൾ തീർച്ചയായിട്ടും ഒപ്പുവെക്കുന്നു എന്ന് മാത്രമല്ല, ഇത് എങ്ങോട്ടാണ്? ഒരു രാജ്യം ശത്രു രാജ്യത്തോട് പൊരുതുന്ന നേരത്ത് ശത്രുവിനോട് പ്രയോഗിക്കേണ്ടത് സ്വന്തം സഹോദരങ്ങളുടെ നെഞ്ചത്തേക്ക് പ്രയോഗിക്കുക എന്ന് പറയുന്നത് എന്തുമാത്രം മാരകമാണ് എന്ന് ഓർക്കാൻ ഈ ഹൈദരാബാദ് സംഭവം നിമിത്തമായി എന്ന് ചൂണ്ടിക്കാണിക്കാനാണ് ഇത്രയും പറഞ്ഞത്. നന്ദി, നമസ്കാരം.